നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിരീടവും ചെങ്കോലുമൊക്കെ അഴിച്ചുവെച്ച് പിണറായി അങ്ങ് കൊമ്പത്തൂന്ന് നിലത്തേക്കിറങ്ങാറായി. പെട്ടിയും പ്രമാണവുമെല്ലാം മടക്കി ഒതുക്കി വെക്കാൻ കമലയോട് പറയുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നേരെ തായ്ക്കണ്ടിയിലേക്ക് പോകാം. അവിടെ ഒരു കസേരയിട്ട് അതിൽ ചാരി മലർന്നങ്ങ് കിടക്കാം. എന്നിട്ട് ഇതുവരെ കാണിച്ചതെല്ലാം ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പിണറായിയുടെ വരുംകാലം ഇനി ഇങ്ങനെ ആയിരിക്കുമെന്ന് വലിയ പരിഹാസവും ട്രോളുകളും വിമർശനവും വരികയാണ്. ഭരണവിരുദ്ധ വികാരം അതിന്റെ പാരമ്യത്തിലാണെന്ന് ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ഏതൊരാളും ചൂണ്ടിക്കാട്ടുമ്പോഴും നാം ഒരു നഗ്ന സത്യം മനസ്സിലാക്കേണ്ടത് ജീവിതം ഇത്രയേറെ ഇല്ലായ്മകൾ കൊണ്ട് എരിപൊരി കൊള്ളുമ്പോഴും സർക്കാരിന്റെ അഭൂതപൂർവമായ പ്രീണനത്തെ അതിജീവിക്കാൻ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം എത്രമാത്രം അചഞ്ചലമായിരിക്കും. സർവ്വസൈന്യാധിപൻ ചമയുന്ന മുഖ്യമന്ത്രിക്ക് 3-4 മാസത്തെ ക്ഷേമ പെൻഷനുകളുടെ കയ്യൊപ്പ് ചാർത്തിക്കൊടുത്താൽ ഒറ്റത്തവണത്തെ വോട്ട് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായാലും മുഖ്യമന്ത്രിക്ക് ഒരു പുല്ലുമില്ല. അതിന്റെ ഗൂഢ അർത്ഥം പ്രതിപക്ഷം കാണാതെ പോകുകയാണ്. 100 മില്യൺ വിലയുണ്ട് ആ ഒറ്റ വോട്ടിന്. അതാണ് ജനാധിപത്യത്തിന്റെ ഹൃദയരേഖ. നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നാലേ ഇവിടെ വിജയിക്കാൻ പറ്റൂ. ഏക പോംവഴി ഇടതടവില്ലാത്ത രാഷ്ട്രീയ മെഷീനറിയുടെ ഉപയോഗമാണ്. ആലസ്യത്തിന്റെ മഹാനിദ്രയിൽ കഴിയുന്ന കോൺഗ്രസിന് അത് എത്ര കണ്ട് സാധ്യമാകും? ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യവുമല്ല ഇതെന്ന് വെട്ടിത്തുറന്നു പറഞ്ഞ് ശക്തിധരൻ രംഗത്ത്. ശക്തിധരൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ആവശ്യത്തിന് കേഡർമാരെ കണ്ടെത്തി എന്താണ് ഇക്കാര്യത്തിൽ ജനങ്ങളോട് സംവദിക്കേണ്ടത് എന്ന ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി രംഗത്തിറങ്ങിയാൽ അതിൽ ഫലമുണ്ടാകും. പക്ഷേ കുറിപ്പിൽ കാമ്പുണ്ടാകണം. ഇത് ആരോട് പറയും? സർവജ്ഞപീഠം കയറിയവരോട് ആര് പറയും? മുഖ്യമന്ത്രി സമസ്ത സന്നാഹങ്ങളും ഒരുക്കി ഒരു വാർ റൂം തുറന്നിട്ടുണ്ട്. ഒരു ഈച്ച അതുവഴി പോകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓർബിറ്റ് കടക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്നാഹങ്ങൾ തുടങ്ങിയിട്ട് എത്ര ദൂരം പിന്നിട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസിൽ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് നിന്നിടത്ത് തന്നെയാണ് ഇപ്പോഴും. മറുപക്ഷത്ത് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അസൂയ തോന്നിപ്പോകുന്നു. പേരിനൊന്നും മൂളുകയല്ലാതെ ഒരു പ്രോ ആക്റ്റീവ് പ്രത്യാക്രമണം നടത്താൻ കോൺഗ്രസിനാകുന്നില്ല. അത്തരത്തിലുള്ള സൈനിക മുറ കോൺഗ്രസിന്റെ ആവനാഴിയിലില്ല. അതേസമയം ഇടതുപക്ഷം തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള സന്ദേശം ഊഹിക്കാമല്ലോ. കോൺഗ്രസ് 50 വർഷം പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് പോലും നോക്കുകുത്തിയാണ്. സാധാരണ ജനങ്ങളാകട്ടെ കൊടിയ ദുരിതത്തിലാണ്. പുതുതായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാണുമ്പോൾ ഈ ഇല്ലായ്മ അതിജീവിക്കാൻ എന്തവസരം മുൻപിലെത്തിയാലും ജനങ്ങൾ ആ പ്രീണനത്തിന് മുന്നിൽ ചാടി വീഴും. മനുഷ്യരല്ലേ? രോഗാവസ്ഥയിൽ കഴിയുന്ന ആളെ പരിചരിക്കാൻ എത്തുന്ന ജീവനക്കാരുടെ സ്നേഹ വരവേൽപ്പ് ഒരു കടങ്കഥ പോലാകുന്നത് സ്വാഭാവികം. സർക്കാർ ഇതിനായി നിയോഗിച്ചിട്ടുള്ളവരെ കണ്ടാൽ ഏതു കുടുംബവും കണ്ണഞ്ചി പോകും. ഈ തേനും പാലും ഒഴുക്കലിന് പിന്നിൽ ചതിയുണ്ടെന്ന് പാവങ്ങൾ അറിയുന്നില്ല. ഒരു നാളികേരത്തിന്റെ ഇപ്പോഴത്തെ വില എന്താ? അത്തരത്തിലുള്ളൊരു ചർച്ച സമൂഹത്തിൽ ഉയർത്തിവിടാൻ കർഷക പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സമൂഹത്തിലുള്ള ഇത്തരം വിഷയങ്ങളിൽ കർഷക പ്രസ്ഥാനം പുലർത്തുന്ന ജാഗ്രത കോൺഗ്രസിനില്ല. ആ ജാഗ്രത ഉള്ളതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പിടിച്ചു നിൽക്കുന്നത്. അതേസമയം സാറ് തന്നെ മുഖ്യമന്ത്രി ആകുമല്ലോ അല്ലേ എന്ന് പ്രലോഭിപ്പിക്കുകയാണ് പാർശ്വവർത്തികൾ. തത്വദീക്ഷ എന്തെന്നറിയാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. കോൺഗ്രസ് പക്ഷത്തുള്ള എത്രയോ IAS താപ്പാനകൾ സ്ത്രീ പുരുഷ ഭേദമന്യേ അതിരുകൾ ലംഘിച്ച് ഇടതുപക്ഷത്തിനെ ചേർത്ത് പിടിച്ച് പച്ചയായ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നു. ഒറ്റ ഉദാഹരണം പറയട്ടെ. കേരളം ഒറ്റ മനുഷ്യനെ പോലെ ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ പയ്യന്നൂരിൽ രക്തസാക്ഷിയുടെ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയ വിവാദം? പയ്യന്നൂരിൽ പാർട്ടിയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണനാണല്ലോ ഈ ബോംബ് പൊട്ടിച്ചത്. ഈ കൊള്ള നടത്തിയ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ മഹത്വത്തെക്കുറിച്ചാണ് മുൻപ് കവിത എഴുതി പുകഴ്ത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ്. ലോകം മുഴുവൻ പഴിക്കുന്നവനെ കവിത എഴുതി വെള്ളപൂശിക്കാൻ IASകാരി വെമ്പൽ കാട്ടിയത് സതുദ്ദേശപരമായിരുന്നു. ഇയാളെ സ്തുതിച്ചില്ലെങ്കിൽ ഈ മഹിളാമണിക്ക് ഉറക്കം വരില്ല അല്ലേ? ആ കുടുംബം മുഴുവൻ തരികിടയാണെന്ന് സർവകലാശാലകളിലും മറ്റും നിലവിലുള്ള കേസ് പോലും സാക്ഷ്യപ്പെടുത്തുന്നു. IAS ലേബൽ ഒട്ടിച്ച് തന്നെയാണ് വാടക കൊലയാളികൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതും. ഈ IASകാരി വാനോളം പുകഴ്ത്തിയ നേതാവിന്റെ വാടക കൊലയാളികളെ ഏത് നിമിഷമായിരിക്കും കുഞ്ഞികൃഷ്ണന്റെ വീട്ടിൽ അയക്കുന്നതെന്ന് കണ്ണിൽ ഇമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ് പയ്യന്നൂരിലെ പൗരസമൂഹം. തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി എന്നറിയാം. വാടക കൊലയാളികളെ മുഴുവൻ അവരവരുടെ പർദീസയിലേക്ക് എത്തിച്ചു. അവരുടെ സർക്കാരിന് പ്രതിഫലം
ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാക്കി. ഇതേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എടുത്ത തീരുമാനമല്ല. ഈ കെട്ട ഭരണത്തിൻ്റെ ഓരോ കണ്ണിയും ഈ തീരുമാനത്തിലുണ്ട്. എന്തുകൊണ്ടാണ് കുറ്റവാളികൾ ഇത്രയേറെ പരിരക്ഷ കിട്ടുന്നത്? ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച ഒരു പോസ്റ്റ്. അതായത് കോൺഗ്രസ് ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്, ബഹുദൂരം CPM തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുൻപോട്ട് പോയി എന്നാണ് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത്. അതായത് വീട് കയറി ഇറങ്ങിയുള്ള പ്രചാരണമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ചാനലുകളിലും സൈബർ ഇടങ്ങളിലുമെല്ലാം ഈ സർക്കാരിൻ്റെ വികസനങ്ങൾ സർക്കാർ തന്നെ നേരിട്ട് വന്ന് പറയുന്നത് ഒരു പ്രചരണമാണ്. ഇപ്പോഴെങ്കിലും ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരൂ കോൺഗ്രസ്സുകാരെ എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം മറ്റൊരു പോസ്റ്റ് കൂടി ശക്തിധരൻ പങ്കുവച്ചിരുന്നു. അതിൻ്റെ ചില ചെറിയ ഭാഗം ഉണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് പ്രസംഗം നടത്തണമെന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ ആഗ്രഹം ഇന്ന് പൂവണിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇന്ത്യയിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിൽ നിന്ന് കേൾക്കുന്ന അവസാനത്തെ ബജറ്റ് പ്രസംഗം എന്നുകൂടി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമായിരിക്കും. മറ്റൊന്ന് ഇനി ഉണ്ടാകാനിടയില്ല. മാർക്സിസത്തെ തിരസ്കരിക്കുന്നതിൽ സാധാരണ കമ്മിറ്റി അംഗം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെയുള്ളവർ പ്രകടിപ്പിച്ചു കാണുന്ന കൗശലം അനിതര സാധാരണമാണ്. പച്ചയായി പാർട്ടിയോട് കലഹിച്ചോ ഏതെങ്കിലും വിഷയത്തിൽ പാർട്ടിയെ തള്ളിപ്പറഞ്ഞോ അല്ല അവർ പാർട്ടിയിൽ നിന്ന് അകലുന്നത്. കേരളത്തിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷത്തിന് വഴിമരുന്നിടാൻ കച്ചകെട്ടി നിൽക്കുന്നവരുണ്ട്. പക്ഷേ വലിയ ആക്രമണങ്ങൾക്കുള്ള പ്രഹരശേഷിയില്ലാത്തതുകൊണ്ട് മലബാറിലെ നേതാക്കളുടെ ശിഷ്യത്വം അവർ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം. CPMനെ ദുർബലമാക്കാൻ ഒരുപാട് അവസരങ്ങൾ കോൺഗ്രസിന് മുൻപിലുണ്ട്. എന്നാൽ അവർ അതൊന്നും തിരിച്ചറിയാതെ ഇപ്പോഴും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ് എന്നുള്ള ഒരു വസ്തുതയും ശക്തിധരൻ പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.